Hi, hello all, welcome to my YouTube channel. ജെൻഡർ സ്റ്റഡീസ് ടെക്സ്റ്റിനകത്ത് ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബെൽ ഹൂക്സ് എന്നുള്ള റൈറ്ററിൻ്റെ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് വേർ വി സ്റ്റാൻഡ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ ബെൽ ഹൂക്സിനെ കുറിച്ച് നമ്മൾ അറിയണം. ബെൽ ഹൂക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ റൈറ്ററിൻ്റെ പെൻ നെയിമാണ്. സോ വാട്ട് ഈസ് എ റിയൽ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോറിയ ജീൻ വാട്കിൻസ്, അതാണ് അവരുടെ റിയൽ നെയിം. അവരൊരു അമേരിക്കൻ ഓതറാണ്. ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോഴേ അറിയാം അവരൊരു ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സിനും ഫെമിനിസ്റ്റ് തിയറിക്കും ഫെമിനിസ്റ്റ് തോട്ട്സിനും വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു സ്ത്രീയാണ്, ഒരു റൈറ്ററാണ് ഇവർ. അവരുടെ വർക്ക്സിനകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ അവർ റേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ജെൻഡറിനെ കുറിച്ച്, ക്ലാസിനെ കുറിച്ച്, അതായത് അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, റേസ് അല്ലെങ്കിൽ വംശത്തിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് റേസ്, ജെൻഡർ, ക്ലാസ് എന്നീ മൂന്ന് കാര്യങ്ങൾ ഒപ്രഷൻ അല്ലെങ്കിൽ ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ജെൻഡർ, മെയിൽ ജെൻഡർ ഫീമെയിൽ ജെൻഡറിനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ജെൻഡേഴ്സിനെ എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. റേസ്, അതായത് കളറിന്റെ പേരിലും വംശത്തിന്റെ പേരിലും ഉള്ള അധിക്ഷേപം അല്ലെങ്കിൽ ഡോമിനേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എങ്ങനെ ക്രിയേറ്റഡ് ആവുന്നു. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് അവർ അവരുടെ വർക്ക്സിനകത്ത് റേസ് ചെയ്യുന്നത്. അവരുടെ പെൻ നെയിം എന്ന് പറയുന്നത് അവരുടെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ബെൽ ബ്ലെയർ ഹൂക്സ് എന്നുള്ള ആ ഗ്രാൻഡ് മദറിന്റെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ള പേരാണ് ബെൽ ഹൂക്സ്. അതായത് അവരുടെ ഗ്രാൻഡ് മദർ വളരെയധികം ബോൾഡ് ആൻഡ് ഔട്ട് സ്പോക്കൺ ആയിരുന്നു. സോ അവരെ അഡ്മിറേഷൻ, അതായത് ആ ഒരു അഡ്മിറേഷനിൽ നിന്ന് അവർ ചൂസ് ചെയ്ത പേരാണിത്. പിന്നെ പേജ് നമ്പർ 14 അവരുടെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് അവരുടെ പേര് എപ്പോഴും അവർ ലോവർ കേസ് ലെറ്റേഴ്സിലാണ് അവിടെ എഴുതുന്നത്. അതായത് ലോവർ കേസ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും അവർ അവരുടെ പേര് എഴുതുമ്പോൾ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. സോ അവരുടെ വർക്ക്സിനകത്ത് എന്തിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? റേസ്, ക്ലാസ്, ജെൻഡർ, ഏത് ഏരിയാസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്നു, ഹിസ്റ്ററി ആയിട്ട് എങ്ങനെ വരുന്നു, എഡ്യൂക്കേഷനിൽ എങ്ങനെ വരുന്നു, ആർട്ടിൽ എങ്ങനെ വരുന്നു, ആൻഡ് ഫൈനലി മാസ് മീഡിയ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളുടെ റേസ്, ക്ലാസ്, ജെൻഡർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്ര ഏരിയാസിൽ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം, അതായത് റേഷ്യലി സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള സ്കൂൾസിലും പഠിച്ചിട്ടുണ്ട്, അതല്ലാതെയുള്ള നോർമൽ സ്കൂൾസിലും ഇവർ പഠിച്ചിട്ടുണ്ട്. അവർ പേട്രിയാർക്കി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ആ ഒരു കുഞ്ഞ് ഏജിൽ തന്നെ. പിന്നെ PhD എടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന്. കുറെ അവരുടെ റിസർച്ച് ടോപ്പിക് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 15 പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് അവരുടെ ഒരു വർക്കിന്റെ കാര്യം പറയുന്നത് എയിൻഡ് ഐ എ വുമൺ, ബ്ലാക്ക് വിമൻ ആൻഡ് ഫെമിനിസം. അപ്പോൾ അവര് അത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്ന സമയത്ത് എഴുതിയ ഒരു ബുക്കാണത്. അതിനകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബ്ലാക്ക് സ്ലേവ്സ് ഫേസ് ചെയ്ത സെക്സിസം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ബ്ലാക്ക് വുമൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്ത്രീ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെക്സിസം എന്നാണ്. സെക്സിസം എന്താണെന്ന് പേജ് നമ്പർ നമ്മുടെ ഈ ടെക്സ്റ്റിന്റെ ബാക്കിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 21. സെക്സിസം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ജെൻഡർ ബാക്കിയുള്ള ജെൻഡേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് സെക്സിസം എന്ന് പറയുന്നത്. അതായത് ഒരു ജെൻഡർ മാത്രമാണ് സുപ്പീരിയർ, ബാക്കിയുള്ള ജെൻഡേഴ്സ് എല്ലാം എന്താ പറയുക, ഇൻഫീരിയർ ആണ്. അതിനെയാണ് നമ്മൾ, ആ ഒരു ടേമിനെയാണ് നമ്മൾ സെക്സിസം എന്ന് പറയുന്നത്. സോ ഈ ഒരു വർക്കിനകത്ത് അവർ ബ്ലാക്ക് സ്ലേവ്സ് ഫേസ് ചെയ്ത സെക്സിസത്തിനെ കുറിച്ചും ബ്ലാക്ക് വുമണിനെ എങ്ങനെയാണ് ഐഡന്റിറ്റി ഫോം ചെയ്തതെന്നുമാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റൂൾസ് ആൻഡ് പാറ്റേൺസിൽ, അതുവരെ നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിലാണ് സുപ്പീരിയർ ഫീമെയിലിനെക്കാട്ടിലും, ഇന്ന ഏരിയാസിൽ മെയിലിനാണ് പ്രാധാന്യം കൂടുതൽ, ഈക്വൽ പേ ഇല്ല, അതുപോലെ തന്നെ ഈക്വൽ, അതായത് ആണുങ്ങൾ ചെയ്യുന്ന ജോലി പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ സെക്സിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫെമിനിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, ഒതന്റിക് ആയിട്ട് നമ്മൾ ഒറിജിനലായിട്ട് നമ്മളൊരു ഫെമിനിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് നമ്മൾ ലിബറേറ്റഡ് ആവണം. ഈ ഡോമിനേഷനിൽ നിന്നും ഒപ്രഷനിൽ നിന്നും എല്ലാം നമ്മൾ ഡോമിനേറ്റഡ് ആവണം എന്നാണ്. എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് ഫെമിനിസം സ്പീക്ക് ചെയ്യുന്നത്, അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല. ഓർ ഇറ്റ് ഇസ് ആന്റി മെയിലും അല്ല. അതായത് ആണുങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഫെമിനിസം എന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല മാസ് മീഡിയയാണ് കൂടുതലും ഈ പേട്രിയാർക്കി അല്ലെങ്കിൽ സെക്സിസം പ്രൊമോട്ട് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുകയാണ് നമ്മുടെ ബെൽ ഹൂക്സ്. മാസ് മീഡിയ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ, പ്രിന്റ്, നമ്മുടെ സോഷ്യൽ മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ സെക്സിസം അല്ലെങ്കിൽ ജെൻഡർ റോൾസിന്റെ ഡോമിനേഷൻ, അതായത് മെയിൽ ഡോമിനേഷൻ, പേട്രിയാർക്കി എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റിനെ കൂടുതലും സഹായിക്കുന്നത് മാസ് മീഡിയ ആണെന്നാണ് പറയുന്നത്.
അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം എന്തെങ്കിലും വ്യത്യാസം നമ്മൾ വരുത്താനുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഫസ്റ്റ് വി ഷുഡ് ആക്ച്വലി ചെക്ക് ദ റോൾ ഓഫ് ദി മാസ് മീഡിയ എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് സിസ്റ്റർഹുഡ് എന്നും പറഞ്ഞ് ഇവരൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബ്ലാക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് എംപവേർഡ് മൂവ്മെന്റ് ആണ്, ഒരു എംപവേർഡ് ഗ്രൂപ്പാണ് ബ്ലാക്ക് സിസ്റ്റർഹുഡ്. സോ അവരുടെ ബ്ലാക്ക് സിസ്റ്റർഹുഡിന്റെ പേരാണ് സിസ്റ്റേഴ്സ് ഓഫ് ദി യാം എന്ന് പറയുന്നത്. അവിടെ കുറെ വർക്ക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെമിനിസ്റ്റ് തിയറി ഫ്രം മാർജിൻ ടു സെന്റർ, ഫെമിനിസം ഫോർ എവറിബഡി എന്നൊക്കെ പറഞ്ഞ് കുറേ വർക്ക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പഠിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും 2 വർക്കിനെ കുറിച്ച് പഠിച്ചു വെക്കുക, നെയിംസ് കേട്ടോ. ഫെമിനിസം ഫോർ എവറിബഡി, ഫെമിനിസം ഈസ് ഫോർ എവറിബഡി എന്നുള്ളൊരു ബുക്ക്. അതിനകത്ത് പറയുന്നുണ്ട് അവരുടെ കോൺസെപ്റ്റ് ഓഫ് ഫെമിനിസം എന്താണെന്നാണ് അവർ ആ ബുക്കിനകത്ത് പറയുന്നത്. ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീങ്സിനും വേണ്ടിയുള്ളതാണ്. ഒരു ക്ലാസ്സിനോ ഒരു റേസിനോ ഒരു ജെൻഡറിനോ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫെമിനിസം എന്ന് പറയുന്നത് ഇന്ന ക്ലാസ്സിന് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതാണെന്നല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് എനി ക്ലാസ്, എനി റേസ് ആൻഡ് എനി ജെൻഡർ, ഫെമിനിസം ഈസ് ഫോർ എവറിബഡി. അതാണ് ആ ബുക്കിന്റെ ടൈറ്റിലും. അതായത് ഈ ഒരു സെക്സിസ്റ്റ് റോൾ പാറ്റേൺസിനെതിരെ, ഡോമിനേഷനെതിരെ, ഒപ്രഷനെതിരെ ആളുകളെ ലിബറേറ്റ് ചെയ്യുക, എല്ലാ ആളുകളെയും ലിബറേറ്റ് ചെയ്യുക. സോ അത് മാത്രമല്ല, ആണുങ്ങൾ സ്ത്രീകളുടെ ഇനിമിയാണ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ നല്ല രീതിയിൽ തുടച്ചു നീക്കാനും ഈ ഒരു ബുക്കിനകത്ത് ഇവർ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു ബുക്കിന്റെ എയിം എന്താണെന്ന് അവർ പേജ് നമ്പർ 15 ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഈ ബുക്ക് എന്തിനു വേണ്ടി എഴുതിയെന്ന്. അതായത് ഫെമിനിസം എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾക്ക് കുറെ മിസ്കോൺസെപ്ഷൻസ് ഉണ്ട്. അതായത് വലിയ അറിവൊന്നും ഇല്ലാത്ത ആളുകളും പറയും ഞാൻ ഫെമിനിസ്റ്റ് ആണ്, എന്നിട്ട് ആണുങ്ങളെ ഫുള്ളിൽ നിന്ന് ചീത്ത വിളിക്കുക. അതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ മിസ്കോൺസെപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ബുക്ക് എഴുതിയത്. ഫെമിനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് മെയിൽ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ആന്റി മെയിൽ അല്ല. അവരെന്താണ്, സ്ത്രീകൾക്കും പുരുഷനും റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്പേസ്, സൊസൈറ്റിയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഫെമിനിസത്തിനുള്ളത്. അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് മാൻ അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് എന്താ പറയുക എല്ലാ ആണുങ്ങളും പന്നലാണെന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും എതിരെയാണെന്നല്ല. സ്ത്രീകൾക്കും പുരുഷനും തുല്യമായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതിയത്. ആൻഡ് ഷി ഓൾസോ ബിലീവ്സ് ദാറ്റ് എന്താണ്, ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ്നെസ് റേസിംഗ് ആണ്. അതായത് ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക ഫെമിനിസത്തിനെ കുറിച്ച്. അതായത് പേട്രിയാർക്കൽ വോയിസിനെതിരെ പോരാടുക. പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവരുടെ അമ്മയാണ് ഏറ്റവും വലുതായിട്ട് പേട്രിയാർക്കിന് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു വ്യക്തി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ മക്കൾ 2 പേര്, അതായത് ആ അമ്മയുടെ 2 മക്കൾ ഇവർ ഉൾപ്പെടെയുള്ള ഇവരുടെ മറ്റേ സിസ്റ്റർ എന്ന് പറയുന്നത് വളരെയധികം ഫെമിനിസ്റ്റ് പൊളിറ്റിക്സുമായിട്ട് ഡീൽ ചെയ്തൊരു ലൈഫാണ് അവരിപ്പോൾ ഡീൽ ചെയ്യുന്നത്. അമ്മ എന്തിനു വേണ്ടി പോരാടി, പേട്രിയാർക്കിക്ക് വേണ്ടി പോരാടിയ ഒരു സ്ത്രീയാണ് അമ്മ. പക്ഷേ ഇവരുടെ 2 മക്കളും എന്താണ്, ഫെമിനിസത്തിന് വേണ്ടി പോരാടുന്ന 2 വ്യക്തികളാണ്. അതായത് ബെൽ ഹൂക്സും ബെൽ ഹൂക്സിന്റെ സിസ്റ്ററും. എന്തൊക്കെ വേണ്ടിയാണ് അവർ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ബെൽ ഹൂക്സ് റീപ്രൊഡക്റ്റീവ് റൈറ്റിനെതിരെ, റൈറ്റിന് വേണ്ടി, ബോഡി കൺട്രോളിന് വേണ്ടി, എന്താണ് സ്ത്രീകളുടെ ലിബറേഷന് വേണ്ടിയൊക്കെയാണ് ഇവർ ഫൈറ്റ് ചെയ്തത്. ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ലവിങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇൻഡിവിജ്വൽസിന് തമ്മിൽ. പിന്നെ ഡോമിനേഷൻ നിർത്തലാക്കുക, ഒപ്രഷൻ നിർത്തലാക്കുക, ഒരു റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്യുക ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. അതിനുവേണ്ടി കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ഫെമിനിസം. അല്ലാതെ ഒരു ജെൻഡറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക, ഒരു റേസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക, ഒരു ക്ലാസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഓർ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് മെയിൽ, ആന്റി മെയിൽ എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി വന്നതാണ്, ടു ക്രിയേറ്റ് എ റൈറ്റ്ഫുൾ അല്ലെങ്കിൽ ഒരു റൈറ്റ് സ്പേസ് ഫോർ ദി ഹ്യൂമൻ ബീങ്സ് ഇൻ ദി സൊസൈറ്റി. ദെൻ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് വേർ വി സ്റ്റാൻഡ് എന്നുള്ളത് ഫെമിനിസം ഈസ് ഫോർ എവറിബഡി എന്നുള്ള ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇപ്പൊ ബെൽ ഹൂക്സ് എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, സെക്സിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. വളരെ ലൂസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലോ അല്ലെങ്കിൽ വളരെയധികം ആളുകൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സാധാരണപ്പെട്ട ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റ് അവരെഴുതിയേക്കുന്നത്. പിന്നെ കാരണം എന്തുകൊണ്ടാണ് വളരെ സാധാരണമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്? ബിക്കോസ് ഫെമിനിസം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു മിസ്അണ്ടർസ്റ്റുഡ് ടേം ആണ്, അല്ലെ? ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ആ ഒരു ടേമിലുണ്ട്. സോ അവർക്ക് കൂടുതലും മിസ്ഇന്റർപ്രിട്ടേഷൻസ് വരരുത് ആളുകളുടെ മൈൻഡിൽ. അക്കാഡമിക് ടെക്സ്റ്റ് ആയിട്ടുള്ള അല്ല അവരിവിടെ എഴുതിയിരിക്കുന്നത്, സാധാരണ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബുക്കായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് വേർ വി സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഫെമിനിസത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് മാസ് മീഡിയയാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാസ് മീഡിയ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ, ബുക്ക്, പ്രിന്റഡ് ഫോംസ് ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഫെമിനിസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ടേം സെക്സിസം ഫസ്റ്റ്.
സെക്സിസം എന്താണെന്ന് മനസ്സിലാക്കുക. ഫെമിനിസം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അല്ലെങ്കിൽ കോ പേരന്റിങ്, അച്ഛനും അമ്മയും കൂടെ രണ്ടുപേരും വർക്ക് ഷെയർ ചെയ്യുന്നത്, കിച്ചൺ വർക്ക് ചെയ്യുന്നത്, ഈ ഒരുപോലെയുള്ള ജോലിക്ക് ആണിനും പെണ്ണിനും ഒരേ സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കോ പേരന്റ് ചെയ്ത് വളർത്തുന്നത്, അത് മാത്രമല്ല ഫെമിനിസം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഇനഫ് എന്നാണ് അവർ ഈ ഒരു വർക്കിലൂടെ പറയുന്നത്. അതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിനോട് നമുക്ക് കടക്കാം. പേജ് നമ്പർ 60 പറയുന്നുണ്ട്, ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, സെക്സിസം എന്നുള്ള കാര്യത്തിനെ എൻഡ് ചെയ്യാൻ വേണ്ടി വന്നൊരു കാര്യമാണ്, ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസം. അത് എക്സ്പ്ലോയിറ്റേഷനും ഒപ്രഷനും എതിരെ കൊണ്ടുവന്നൊരു മൂവ്മെന്റ് ആണ്. അപ്പം 10 years ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഫെമിനിസത്തിന് കുറേ അധികം ഡെഫിനിഷൻസ് വരുന്നുണ്ടടാ. അവരുടെ തന്നെ വർക്ക്സിനകത്ത് പറയുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ള വർക്ക്സിനകത്തൊക്കെ ഫെമിനിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കോമൺ ഡെഫിനിഷനും ഉണ്ട്. ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ടു പുട്ട് സിംപ്ലി അല്ലെങ്കിൽ സിംപ്ലി പുട്ട് വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ഫെമിനിസം ഡസന്റ് മീൻ ദാറ്റ് മെൻ ആർ എനിമീസ്. ഫെമിനിസം സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ ഫെമിനിസം ഈസ് ഇംപ്ലൈഡ് അഗെയിൻസ്റ്റ് എന്താണ്, സെക്സിസ്റ്റ് തിങ്കിങ്ങിനെതിരെ, സെക്സിസ്റ്റ് ആക്ഷനെതിരെ, അല്ലെങ്കിൽ മെയിലാണോ ഫീമെയിൽ ആണോ, ആരാണോ ഈ ഒരു സെക്സിസം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പെർപെക്ച്വേറ്റ് ചെയ്യുന്നത്, അവർക്കെതിരെയാണ് ഫെമിനിസം. അതൊരു കുഞ്ഞാണെങ്കിലും അഡൾട്ട് ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ആരാണോ സെക്സിസം എന്നുള്ള കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ ഒപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, അവർക്കെതിരെയാണ് ഫെമിനിസം നിൽക്കുന്നത്. അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നാണ് ഫെമിനിസം പറയുന്നത്. സോ ഫെമിനിസം എന്ന് പറയുന്നത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ സെക്സിസം നമ്മൾ മനസ്സിലാക്കുക. സെക്സിസം എന്ന് വെച്ചാൽ എന്താ, ഒരു ജെൻഡർ സുപ്പീരിയർ ആണ് മറ്റേ ജെൻഡറിനെ കാട്ടിലും എന്നിങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ സെക്സിസം എന്ന് പറയുന്നത്. സോ ഫെമിനിസം പറയുന്ന ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്കും സെക്സിസം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇവർ സംസാരിക്കുന്നത്. അവർക്ക് അതൊരു സെക്സിസം എന്നുള്ളൊരു പ്രോബ്ലത്തിനെ കുറിച്ച് അവരാരും മനസ്സിലാക്കുന്നില്ല. അതായത് സെക്സിസം അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ പീപ്പിൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ റൈറ്റ്സ് വേണം ആണുങ്ങളുടെ അത്രയും സ്ത്രീകൾക്ക്. അതല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്നത് ആന്റി മെയിലാണ്, അതുമല്ല. ഫെമിനിസം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് പേര് ഫെമിനിസത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, മാസ് മീഡിയയിലൂടെയാണ്, അല്ലേ? മാസ് മീഡിയ എന്ന് പറയുന്നത് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, പക്ഷേ പേട്രിയാർക്കിയാണ് കൂടുതലും മാസ് മീഡിയ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ആണുങ്ങളുടെ ആ ഒരു മെയിൽ ഡോമിനേഷനാണ് മാസ് മീഡിയ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇത് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. അപ്പം പിന്നെ സ്ത്രീകളെപ്പോഴും, നമ്മളെപ്പോഴും കേൾക്കുന്ന ഫെമിനിസം എന്താണ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കും ഈ ഹൗസ് ഹോൾഡ് കോഴ്സ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചും പാരന്റിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്ന ഫെമിനിസം. അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എന്ന് പറയുന്നത് ആര് ക്രിയേറ്റ് ചെയ്തതാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. മാസ് മീഡിയയിൽ നിന്ന് എന്തായാലും അവർക്കറിയാം വിമൺ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിമൺ ലിബറേഷൻ എന്ന് പറയുമ്പോൾ മാസ് മീഡിയ, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന വിമൺ ലിബറേഷൻ എന്താണെടാ, അബോർഷൻ ചെയ്യാനുള്ള ഫ്രീഡം, ലെസ്ബിയൻ ആവാനുള്ള ഫ്രീഡം, റേപ്പിനെ ചലഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം, ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഈ ഒരു ഇഷ്യൂസിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഫെമിനിസം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു എന്താ പറയുക, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത്, സൊസൈറ്റി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ കൾച്ചറായിട്ടാണ്. അതായത് ഇതൊക്കെ അമേരിക്കയിൽ നടക്കുന്ന കാര്യമാണ്, വെസ്റ്റിൽ നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ക്രിസ്ത്യൻ, ഐ മീൻ ഒരു എന്താ പറയുക, ഒരു കുറച്ച് റിലീജിയസ് ആയിട്ട്, അതായത് ഇതിനൊരു ക്രിസ്ത്യൻ ടച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണിത്, അവിടെ ഉള്ള പെണ്ണുങ്ങൾ റേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ എന്നുള്ളൊരു തെറ്റിദ്ധാരണയും കൂടിയുണ്ട്. അത് മാത്രമല്ല, ഗോഡ് പറഞ്ഞിട്ടാണ്, അതായത് നമ്മുടെ റിലീജിയൻ, അതായത് ഇപ്പം ഈ ആളുകൾ സെക്സിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് റിലീജിയൻ ആണ്. അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് യൂസ് ചെയ്യും റിലീജിയൻ. അതായത് നമ്മുടെ ബോഡി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ബോഡി ആണിനും പെണ്ണിനും ഒരേപോലെ പറ്റത്തില്ല. അല്ലെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റിന്റെ കൂട്ടുപിടിക്കും. റിലീജിയസ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആണും പെണ്ണും ഇങ്ങനെയല്ല, ഈക്വൽ അല്ല, പെണ്ണിനെ എപ്പോഴും പ്രസവിച്ച് കൂട്ടാനുള്ളൊരു ബോഡി മാത്രം, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ളൊരു വ്യക്തിയാണ്. ഹസ്ബൻഡിനെ നോക്കുക, ഫാമിലി നോക്കുക, അത് മാത്രം ആ ഒരു നർച്ചറിങ് കപ്പാസിറ്റി ഉള്ളൊരു ഇതുള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും ആ ഒരു റോളേ ഉള്ളൂ എന്ന് റിലീജിയസ് ടെക്സ്റ്റിനകത്തും ചിലതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേട്രിയാർക്കി സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതല്ല കാര്യം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ബെൽ ഹൂക്സ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് എന്നിട്ടും എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് സ്ത്രീകൾ വീട്ടിൽ വന്ന് ഡൊമസ്റ്റിക് ജോലികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരാരും മനസ്സിലാക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൽ ഡോമിനേഷൻ്റെ ലോജിക്ക് ആരും മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ആ ഒരു ലോജിക്ക് എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. മെയിൽ ഡോമിനേഷൻ്റെ ലോജിക്ക് ആരും അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല. ചില ഫാമിലീസിൽ സ്ത്രീകൾ തന്നെയാണ് ബ്രെഡ് വിന്നേഴ്സായിട്ട് വർക്ക് ചെയ്ത് വരുന്നവരുണ്ട്, വീട് നോക്കുന്നവർ സ്ത്രീകളായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരാരും കൂടുതലും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണ്, മെയിൽ ഡോമിനേഷൻ്റെ ലോജിക്ക് ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്.
പിന്നെ ഫെമിനിസം എന്ന് പറയുന്നത് ആന്റി മെയിൽ അല്ല, അതൊരു റോങ് അസംഷൻ ആണ്. പിന്നെ ഓക്കെ, പേജ് നമ്പർ 70 ആ ഒരു കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പേജ് നമ്പർ 70 പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ഒരു ആന്റി മെയിൽ സെന്റിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ ആണുങ്ങളെ വെറുക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവർ ഫെമിനിസം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആന്റി മെയിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഏർലി ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഇവര് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ആണുങ്ങളെ മൊത്തം വരുത്താൽ അല്ലെങ്കിൽ മെയിൽ ഡോമിനേഷൻ എന്ന് പറയുന്നവർ ദേഷ്യത്തോടെയായിരുന്നു അവർ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ആങ്കർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിമൻസ് ലിബറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നു. അതായത് ഏർലി ഫെമിനിസ്റ്റുകൾ ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി മെയിൽ ആണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുവഴി ഒരു വിമൻസ് ലിബറേഷൻ മൂവ്മെന്റ് ഇവർ കൊണ്ടുവന്നു. ഏർലി ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളും ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതായത് ആന്റി ക്ലാസിസ്റ്റ്, അവരെല്ലാം ആന്റി ആയിരുന്നു, ആന്റി മെയിൽ, ആന്റി റേസിസ്റ്റ്, ആന്റി ക്ലാസിസ്റ്റ്. അതായത് ആണുങ്ങൾ എല്ലാം ശല്യമാണെന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ വിമൻസ് ലിബറേഷൻ മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെൽ ഹൂക്സ് ഒരു വൈറ്റ് സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് സ്ത്രീ ആണെന്നുണ്ടെങ്കിലും നേറ്റീവ് അമേരിക്കൻ വിമൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിജിനിയസ്, അതായത് ആദിവാസി ആളാണെന്നുണ്ടെങ്കിലും ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എന്തായിരുന്നു അവർക്ക് വേണ്ടുന്നത്? ആളുകളുടെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു? മെൻ ലീഡ് ചെയ്യും, നമ്മൾ സ്ത്രീകൾ ഫോളോ ചെയ്യണം. അതിപ്പോൾ എന്ത് സ്ട്രഗിൾ എടുത്താലും. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഈ ഒരു കാര്യം ഏത് സ്ട്രഗിൾ എടുത്താലും ഏത് റെവല്യൂഷൻ എടുത്താലും സ്ത്രീകളുടെ പങ്കെന്ന് പറയുന്നത് വളരെ കുറവാണ്. ആണുങ്ങളായിരിക്കും അത് ലീഡ് ചെയ്യുന്നത്. സോ ഏത് ഫ്രീഡം സ്ട്രഗിൾ എടുത്താണെന്നുണ്ടെങ്കിലും, എന്താണ് റിബലിയൻ എടുത്താണെന്നുണ്ടെങ്കിലും, ഏതെങ്കിലും ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്താലും പ്രോഗ്രസീവ് ഫീമെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പിന്നീട് അത് കൂടി വന്നു. ഈ ഒരു വിമൻസ് ലിബറേഷൻ മൂവ്മെന്റിന് ശേഷം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടി. ഓക്കെ, ദെൻ കണ്ടംപററി ഫെമിനിസം പ്രോഗ്രസ് ചെയ്തേക്കുന്ന കാര്യമാണ് പേജ് നമ്പർ 80 പറഞ്ഞേക്കുന്നത്. ഫെമിനിസം ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും സ്ത്രീകൾക്ക് മനസ്സിലായി ആണുങ്ങൾ മാത്രമല്ല പേട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്നത്, പെണ്ണുങ്ങളും കൂടി സെക്സിസ്റ്റ് ആണ്. ഫീമെയിൽസിലും സെക്സിസ്റ്റുകളുണ്ട്. അതായത് ചില വീടുകളിൽ ഈ അമ്മമാർ പറയത്തില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്, അമ്മമാർ തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലേ പേട്രിയാർക്കി, അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട്. അപ്പോൾ മനസ്സിലായി ആണുങ്ങൾ മാത്രമല്ല കുഴപ്പക്കാര്, പെണ്ണുങ്ങളിലും പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പം എന്ത് ചെയ്തു? ജെൻഡർ ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. അതായത് ഒരു കൈൻഡ് ഓഫ് സിസ്റ്റർഹുഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. പെണ്ണുങ്ങളുടെ ഇടയിൽ പെണ്ണുങ്ങൾ തന്നെ പ്രശ്നമാവരുത്. സോ അവർക്ക് എന്ത് പറ്റി? ഫെമിനിസം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് കോൺസെപ്റ്റാണ്? സിസ്റ്റർഹുഡ് എന്നുള്ളൊരു പവർഫുൾ വെപ്പൺ അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് സ്ത്രീകളെ തന്നെ എന്താ പറയുക, നശിപ്പിക്കരുത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആവരുത്. സിസ്റ്റർഹുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ വളർത്തിയെടുക്കാൻ നോക്കി. അതുപോലെ തന്നെ ക്ലാസ് ഡിഫറൻസിനെ കുറിച്ച് കണ്ടംപററി ഫെമിനിസം കൂടുതലും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. റേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അതായത് ക്ലാസ് ഡിവിഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അതായത് സെക്സ്, ക്ലാസ്, റേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലും സിസ്റ്റർഹുഡ് പവർഫുൾ ആണ്. ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളും സെക്സ്, ക്ലാസ് ആൻഡ് റേസിനെ കുറിച്ച് കൂടുതലും സ്ത്രീകൾക്കിടയിൽ ഈ സിസ്റ്റർഹുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കണ്ടംപററി ഫെമിനിസത്തിൽ വന്ന മാറ്റങ്ങളാണ്. പഴയ ഫെമിനിസത്തിൽ നിന്ന് പുതിയ ഫെമിനിസം ആയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പേജ് നമ്പർ 90 ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ബ്ലാക്ക് വിമനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലാക്ക് വിമൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടംപററി ഫെമിനിസത്തിൽ അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടി തുടങ്ങിയതേ ഉള്ളൂ. അവർ ഇപ്പോൾ ആക്റ്റീവായി തുടങ്ങിയതേ ഉള്ളൂ. അവരായിരുന്നില്ല ഫെമിനിസം എന്നുള്ള മൂവ്മെന്റിന്റെ സ്റ്റാർസ്. അവരായിരുന്നില്ല മാസ് മീഡിയയിൽ അട്രാക്ട് ചെയ്തിരുന്ന ഗ്രൂപ്പ്. എപ്പോഴും വൈറ്റ് ഫീമെയിൽ അല്ലെങ്കിൽ വൈറ്റ് ഫെമിനിസ്റ്റുകൾക്കായിരുന്നു കൂടുതലും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു ഫെമിനിസത്തിൽ തന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞു. അപ്പോൾ ബ്ലാക്ക് ഫെമിനിസത്തിന് കൂടുതലും ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടിയില്ല. കൂടുതലും ഇമ്പോർട്ടൻസ് ആർക്കാ കിട്ടിയത്? വൈറ്റ് ഫെമിനിസ്റ്റുകൾക്കായിരുന്നു. അവരെയായിരുന്നു കൂടുതലും എന്താ പറയുക, ഈ ബ്ലാക്ക് ഫെമിനിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെവല്യൂഷണറി ഫെമിനിസ്റ്റ് എന്ന്. അവർ റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകളുമായിട്ട് അടിയായിരുന്നു എപ്പോഴും. റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റും റെവല്യൂഷണറി ഫെമിനിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലാക്ക് വിമൻ എന്ന് പറയുന്നത് അവരുടെ ഫെമിനിസത്തിന്റെ മൂവ്മെന്റ് പേരാണ് റെവല്യൂഷണറി ഫെമിനിസം എന്ന് പറയുന്നത്. റീഫോമിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ജസ്റ്റ് എന്താണ്, ഈക്വാളിറ്റി വേണം, എക്സിസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് ഈക്വാളിറ്റി വേണം എന്ന് മാത്രമേ ഇവർ പറഞ്ഞോളൂ. റേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ് കൂടുതലൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ പക്ഷെ റെവല്യൂഷണറി ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലായി അതിനകത്ത്, അതായത് ഈക്വാളിറ്റി മാത്രം പോരാ, ജെൻഡർ, റേസ്, ക്ലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം, ഇഷ്യൂസ് കൊണ്ടുവരണം. ജെൻഡറിനകത്തുള്ള കുഴപ്പങ്ങൾ, റേസിനകത്തുള്ള കുഴപ്പങ്ങൾ, ക്ലാസ്സിനകത്തുള്ള ഫെമിനിസ്റ്റിക് പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് ആർക്ക് മനസ്സിലായി? റെവല്യൂഷണറി ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലായി.
അപ്പം തുടക്കത്തിൽ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പോളറൈസ്ഡ് ആയിരുന്നു. പോളറൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൈൻഡ് ഓഫ് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫെമിനിസം എന്നുള്ള മൂവ്മെന്റിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. റീഫോമിസ്റ്റ് തിങ്കേഴ്സിന് എപ്പോഴും ഉള്ള കാര്യം ജെൻഡർ ഇക്വാളിറ്റി വേണം. റെവല്യൂഷണറി തിങ്കേഴ്സിന് മനസ്സിലായി അത് മാത്രം പോരാ, ഇനിയും കൂടുതൽ റൈറ്റ്സ് സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. സിസ്റ്റം തന്നെ അടിമുടി മാറ്റണം എന്ന് ഇവർക്ക് മനസ്സിലായി. പേട്രിയാർക്കിയും അങ്ങനെ അതുവഴി പേട്രിയാർക്കിയും സെക്സസവും എൻഡ് ചെയ്യണം. മാസ് മീഡിയയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, പ്രസ്സിൽ, അതായത് മെയിൻ സ്ട്രീം പ്രസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നൊക്കെയായിരുന്നു റെവല്യൂഷണറി ഫെമിനിസ്റ്റുകളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതായത് ഒരു നേഷന്റെ എക്കണോമിക് ഡിപ്രഷൻ, ലോസ് ഓഫ് ജോബ്സ്, ഇതിനകത്ത് എല്ലാം എന്താണ്? ജെൻഡർ ഇൻഇക്വാളിറ്റി ഉണ്ട്. ഇതെല്ലാം അഡ്രസ് ചെയ്യാനാണ് റെവല്യൂഷണറി ഫെമിനിസ്റ്റുകൾ തീരുമാനിച്ചത്. റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ് ജസ്റ്റ് എന്താണ് പറഞ്ഞു നടന്നത്? അവരുടെ സ്ലോഗൻ എന്തായിരുന്നു? വാട്ട് വാസ് ദെയർ സ്ലോഗൻ? ദേ ജസ്റ്റ് വാണ്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് നത്തിങ് മോർ നത്തിങ് ലെസ്. അതിനകത്തുള്ള ഇഷ്യൂസ് എന്താണ്? ഡീപ്പായിട്ട് അവർ ഡെൽവ് ചെയ്തിരുന്നില്ല. ഓക്കെ, ദെൻ വൈറ്റ് വിമന്റെ കാര്യം പേജ് നമ്പർ 98 ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് അടുത്ത് പറയുവാണ്. വൈറ്റ് വിമൻ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് സുപ്രീമസിക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തടാ. ഫൈറ്റ് ചെയ്തെന്നപ്പോൾ പോലും ഫെമിനിസത്തിനകത്ത് പോലും വൈറ്റ് സ്ത്രീകൾ വൈറ്റ് സുപ്രീമസിക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. വൈറ്റ് സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി. ബ്ലാക്ക് സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി അവരാരും ഒന്നും നോക്കിയില്ല. സിവിൽ റൈറ്റ്സും അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അതൊന്നും അവർ മൈൻഡ് ചെയ്തതേ ഇല്ല. ബ്ലാക്ക് സ്ത്രീകളും കൂടെ വന്നപ്പോഴാണ് ഫെമിനിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹോൾസമായി മാറിയത്. എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആയി മാറിയത്. മറ്റേത് വൈറ്റ് പീപ്പിൾ ആർക്ക് വേണ്ടിയായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്? വൈറ്റ് സ്ത്രീകൾക്കും വൈറ്റ് മെന്നിനെതിരെയായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? റെവല്യൂഷണറി ഫെമിനിസ്റ്റുകൾ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവർ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ് എന്താണെടാ? ജോലി ചെയ്യുമ്പോൾ ഈക്വാലിറ്റി വേണം, എല്ലാ കാര്യത്തിലും ഇക്വാളിറ്റി വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ? ഇല്ല, നമ്മൾ എല്ലാ കാര്യവും കൂടുതൽ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം. അതാണ് ഓവറോൾ ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഇവർ സംസാരിച്ചോളൂ. ഇടയ്ക്കുള്ള കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ആരാണ്? റെവല്യൂഷണറി ഫെമിനിസ്റ്റുകളാണ്. പിന്നെ വൈറ്റ് വിമൻ എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ്ഡ് സെക്ഷനാണടാ. ഓൾറെഡി അവർ വൈറ്റ് ആണ്. സ്ത്രീകളാണെന്നുള്ളതിൻ്റെ കുറച്ച് ഇഷ്യൂസേ അവർ ഫേസ് ചെയ്യുന്നുള്ളൂ. വൈറ്റ് ആണെന്നുള്ളതിൻ്റെ അതൊരു സുപ്രീമസി, ഇവർക്കൊരു അഹങ്കാരമുണ്ട്. സോ വൈറ്റ് സ്ത്രീകൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ വൈറ്റ് സ്ത്രീകൾ അതായത് വൈറ്റ് ഫെമിനിസ്റ്റുകൾ വൈറ്റ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഓൾറെഡി അവർ കുറച്ചുകൂടി എന്താണ് ഈ ബ്ലാക്ക് സ്ത്രീകളെ കാട്ടിലും ആ ഒരു സെക്ഷൻ കൂടുതലും എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. അവർ നേരത്തെ തന്നെ ഈ ഒരു മൂവ്മെന്റിന് സ്ത്രീകൾക്ക് വേണ്ടി വൈറ്റ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചപ്പം ആ വൈറ്റ് ഫെമിനിസം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. ഏകദേശം ഫെമിനിസത്തിന്റെ ആ ഒരു ഗോൾസ് ഒക്കെ അവർ പതുക്കെ അച്ചീവ് ചെയ്യാൻ തുടങ്ങി. അതായത് എക്കണോമിക് പവറൊക്കെ കിട്ടി തുടങ്ങി. സൊസൈറ്റിയിലൊക്കെ കുറച്ച് റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല ഈ ഒരു റീഫോമിസ്റ്റുകൾ അതായത് ഇവർക്ക് കുറച്ചും കൂടി ഒരു അച്ചീവ്മെന്റ് വരാൻ തുടങ്ങി. റെവല്യൂഷണറി ഫെമിനിസ്റ്റ് തിങ്കിങ് എന്തായിരുന്നു? അക്കാഡമിക് സർക്കിൾസിലായിരുന്നു പക്ഷേ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് പഠിക്കുന്ന കാര്യത്തിൽ, പഠിക്കുന്ന ടെക്സ്റ്റിൽ അക്കാഡമിക് അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ മാത്രമാണ് റെവല്യൂഷണറി ഫെമിനിസ്റ്റ് തിങ്കിങ് അക്സെപ്റ്റഡ് ആവാൻ തുടങ്ങിയത്, ആളുകൾ അക്സെപ്റ്റ് ചെയ്തത്. നമ്മൾ ആലോചിക്കണം, കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അക്കാഡമിക് സർക്കിൾസിൽ മാത്രം പോരാ. ഇറ്റ് ഷുഡ് സ്പ്രെഡ് ടു ദി ലോവർ ക്ലാസ് സ്ട്രേറ്റ് ഓഫ് ദ സൊസൈറ്റി. എല്ലാ ആളുകളും, കോമൺ പീപ്പിളും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്നാലേ ഒരു റെവല്യൂഷണറി മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. പക്ഷേ ഐറോണിക്കലി റെവല്യൂഷണറി ഫെമിനിസം എന്നുള്ള തിങ്കിങ്ങും അവരുടെ ഗോൾസും എല്ലാം ഈ പഠിച്ച ആളുകളുടെ ഇടയിൽ മാത്രമായി ചുരുങ്ങിപ്പോയി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് തിയറിയൊക്കെ കുറേ പ്രോഗ്രസ് ആവാൻ തുടങ്ങി. പക്ഷേ പബ്ലിക്കിന് ആക്സസിബിൾ അല്ലായിരുന്നു. അത് ഒരു പ്രിവിലേജ്ഡ് ഡിസ്കോഴ്സായിട്ട് മാത്രം മാറി. ഫെമിനിസം എന്താണെന്നും ഫെമിനിസത്തിന്റെ ഗോൾസ് എന്താണെന്നും അതാണ് അവിടെ തെറ്റിദ്ധാരണകൾ കൂടുതൽ ഉണ്ടാകാനുള്ള കാര്യം. അത് തന്നെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. കാരണം ഇത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകളുടെ ഇടയിൽ മാത്രം ഇതിങ്ങനെ ചുരുങ്ങിപ്പോയി. നോർമൽ പീപ്പിളിന് എന്താണ് ഫെമിനിസം എന്നും ആണുങ്ങൾക്കെതിരെയുള്ള കാര്യമാണ് മാത്രം ഫെമിനിസം എന്നും അവരങ്ങ് മനസ്സിലാക്കി. അവർക്കത് പറഞ്ഞു കൊടുക്കാനോ നോർമലൈസ്ഡ് ടേംസോ അല്ലെങ്കിൽ നോർമൽ ടെക്സ്റ്റ് ബുക്സോ ഒന്നും ഇറങ്ങിയില്ല. സോ വൈ ദിസ് നമ്മുടെ ബെൽ ഹൂക്സ് എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് അവർ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് വേർ വി സ്റ്റാൻഡ് എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി എഴുതിയതാണ്? മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എഴുതിയതല്ല, കോമൺ പീപ്പിളിന് വേണ്ടി മാത്രം എഴുതിയതാണ്. ദേ ഷുഡ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദിസ് ഫെമിനിസ്റ്റ് ഗ്രൂപ്പ്.
എന്താണ് ഫെമിനിസ്റ്റ് തിയറി എന്ന് ഇവർ മനസ്സിലാക്കണം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം മനസ്സിലാക്കിയാൽ ഇത് ഒരു പ്രിവിലേജ്ഡ് ഡിസ്കോഴ്സ് ആയിട്ട് മാത്രം മാറും. പഠിച്ച ആളുകൾ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും നാച്ചുറലി. അതുകൊണ്ടാണ് ഫെമിനിസം ഈസ് ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവറി വൺ എന്ന് പറഞ്ഞ് ബെൽ ഹൂക്സ് ഒരു നോർമൽ ലാംഗ്വേജിൽ ഈ ഒരു ബുക്ക് എഴുതി തുടങ്ങിയത്. സോ ഫെമിനിസ്റ്റ് തിയറി ഫ്രം മാർജിൻ ടു സെന്റർ എന്നുള്ള ബുക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ, അതായത് ഈ ഫെമിനിസത്തിനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ അക്കാഡമിക് സർക്കിൾസിൽ മാത്രം ഒതുങ്ങാൻ തുടങ്ങി. ബാക്കി കൂടുതൽ ആളുകളും ഇങ്ങനെയുള്ള ബുക്കുകളെ കുറിച്ച് കേൾക്കാനേ തുടങ്ങിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഫെമിനിസം. സോ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഫെമിനിസം എന്നും വാട്ട് ആർ ദി ഗോൾസ് ഓഫ് ഫെമിനിസം എന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നോർമൽ പീപ്പിൾ അല്ലെങ്കിൽ കോമൺ പീപ്പിളിന് അല്ലെങ്കിൽ മാസ് പബ്ലിക്കിന്. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് പേജ് നമ്പർ 20 സെക്കൻഡ് പാരഗ്രാഫിനകത്ത് പിന്നെയും പറയുവാണ്, റീഫോമിനിസ്റ്റ് നമ്മുടെ ആന്റി മെയിലൊന്നും അല്ല ഫെമിനിസം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്, റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകൾ എന്താണ് പറഞ്ഞിരുന്നത്, ഈ ഒരു കൂടുതലും ഡീപ്പായിട്ടുള്ള തോട്ട്സിനെ കുറിച്ചോ ഡീപ്പായിട്ടുള്ള ഗോൾസ് ഒന്നും റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകൾക്ക് ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ് പിന്നെന്താണ്, പതുക്കെ എന്ത് ചെയ്തു, ക്ലാസ് മൊബിലിറ്റിക്ക് വേണ്ടി അവർ, അതായത് ആളുകളെ എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ ആളുകളെ ഇളക്കാൻ തുടങ്ങി, മോബിനെ കൂടുതലും കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷെ അവർ എന്നിട്ടും പറയുന്നില്ല. എന്താണ് അവർ പറയുന്നത്, ഈക്വൽ പേ ഈക്വൽ വർക്ക്, ഈക്വാളിറ്റി വേണമെന്നേ പറയുന്നുള്ളൂ. എന്തിനൊക്കെ ഈക്വാളിറ്റി വേണമെന്നൊന്നും ഡീപ്പായിട്ടൊന്നും ഇവർ പറയുന്നില്ല. മെയിൽ ഡോമിനേഷനിൽ നിന്ന് ഫ്രീ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ സെക്സിസം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ആരും അനക്കിയില്ല. റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല. സെക്സിസം എൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് ലോവർ ക്ലാസ് പീപ്പിളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ വർക്കിനെ ആരും അറിയുന്നില്ല. അപ്പം വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ പുവർ പീപ്പിളിനെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നതേയില്ല. പുവർ വിമനെ ഒന്നും, ലോവർ ക്ലാസ് അല്ലെങ്കിൽ ലോവർ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ, മിഡിൽ ക്ലാസ് സ്ത്രീകളെ ഒന്നും അവരുടെ കണ്ടീഷൻസ് ഒന്നും ആരും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞ ഡബിൾ ഓപ്പറേഷനിൽ തന്നെ പിന്നെയും കിടക്കുവാണ്. ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും റീഫോമിസ്റ്റ് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ഡിസ്കസ് ചെയ്തില്ല. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഫെമിനിസം എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്, ഫെമിനിസത്തിന് ഒരുപാട് വേർഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഫെമിനിസം എന്ന് പറഞ്ഞൊരു നോഷൻ പിന്നീട് ഒരു ഐഡിയ ക്രിയേറ്റഡ് ആയി വന്നു. അതായത് പൊളിറ്റിക്സിനെ ഫെമിനിസത്തിൽ നിന്ന് പതുക്കെ റിമൂവ്ഡ് ആവാൻ തുടങ്ങി. അതായത് എന്താ പറയുക, സ്ത്രീ ഇപ്പം എവിടെ നിന്നോ ആയിക്കോട്ടെ, ഒരു ലിബറലോ കൺസർവേറ്റീവോ പാർട്ടി ഏതോ ആയിക്കോട്ടെ, ഫെമിനിസമോ ഏത് പാർട്ടിയോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഫെമിനിസത്തിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി അതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക. അതിനെ നമ്മളൊരു നോർമൽ ലൈഫ് പ്രോസസ്സാക്കി മാറ്റുക. എന്നാൽ മാത്രമേ അതിനകത്ത് ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റൂ. ഫെമിനിസത്തിനെ പൊളിറ്റിക്സിനകത്തോ അല്ലെങ്കിൽ ഫെമിനിസത്തിനെ ഒരു സെപ്പറേറ്റ് സ്പിയർ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ കാണത്തുള്ളൂ, ഒരു സെപ്പറേറ്റ് കാര്യം എന്നേ പറയും. പക്ഷേ ഫെമിനിസത്തിനെ നമ്മൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ട് മാറുമെന്ന് ഇവർക്ക് മനസ്സിലായി. അത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനൊരു അടിമുടി മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് ആർക്ക് മനസ്സിലായി, ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതാണ് ലൈഫ് സ്റ്റൈൽ ഫെമിനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ അബോർഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫെമിനിസം ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് അബോർഷനാണ്. അതായത് അബോർഷൻ ചൂസ് ചെയ്യാം, ചൂസ് ചെയ്യാതിരിക്കാം, അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതെല്ലാം എന്താണ്, ലൈഫ് സ്റ്റൈൽ ഫെമിനിസമാണ്. പിന്നെ അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൊമെന്റം ലൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ക്ലിയർ ഡെഫിനിഷൻസ് എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫെമിനിസത്തിന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം നോർമൽ ആയിട്ടുള്ള കോമൺ പീപ്പിളിന് മനസ്സിലാവാത്തൊരു ഐഡിയ ആയതുകൊണ്ട് അവരും എന്ത് ചെയ്യും, തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവരും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതാണ്, അതായത് സിഗരറ്റ് വലിക്കുന്നതാണോ ഫെമിനിസം? അല്ല. ഒരു ഇപ്പോൾ ആണുങ്ങളെ പോലെ മുടി മുറിച്ച് നടക്കുന്നതാണോ ഫെമിനിസം? അല്ല. എല്ലാവരും ഫെമിനിസം എന്ന് വിചാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്, കട്ടിക്കണ്ണടയും ബബിൾഗവും ചവച്ച് ബൈക്കും ഓടിച്ച് സിഗരറ്റും വലിച്ച് അതാണോ ഫെമിനിസം? അതൊക്കെയാണ് മിസ്കോൺസെപ്ഷൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാം, ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല. അത് ആരും മനസ്സിലാക്കുന്നില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് അങ്ങനെയാണോ? അല്ല. ആളുകൾ വിചാരിക്കുന്നത് അതാണെന്നാണ്. ക്ലിയർ ഡെഫിനിഷൻസ് അതുകൊണ്ട് തന്നെ ഫെമിനിസത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു.
നമുക്കത് തിരിച്ചു പിടിക്കണം, നമുക്കത് ഷെയർ ചെയ്യണം, നമുക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ലെറ്റ്സ് ഹാവ് ടീഷർട്സ് അല്ലെങ്കിൽ ബമ്പർ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ്സ് ഉണ്ടാക്കുക, ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഉണ്ടാക്കുക, റേഡിയോ കൊമേഴ്ഷ്യൽസിലും ആഡ്സിലും കൊണ്ടുവരിക നമ്മൾ ഫെമിനിസം എന്താണെന്നുള്ളത്, പ്രിന്റഡ് മെറ്റീരിയലിൽ കൊണ്ടുവരിക എന്താണ് ഫെമിനിസം. ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആര് പറയുന്നത്. കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഫെമിനിസം എന്നുള്ളൊരു മൂവ്മെന്റിനെ കൊണ്ടുവരിക. സെക്സിസം അല്ലെങ്കിൽ സെക്സിസ്റ്റ് ഒപ്രഷനെ എൻഡ് ചെയ്യുക. ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ സെക്സിസം എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഫെമിനിസം എന്നുള്ളൊരു മൂവ്മെന്റ് വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. പേജ് നമ്പർ 21 സെക്സിസം എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഗൈഡിനകത്തുള്ള ക്വസ്റ്റൻസ് നോക്കാം. ഗൈഡിനകത്തുള്ള ക്വസ്റ്റൻസിനകത്ത് ആ വൺ വേർഡ് ക്വസ്റ്റൻസ് എല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ മിസ്സിനിപ്പം നോക്കുന്നത് വാട്ട് ഈസ് ഫെമിനിസം അക്കോർഡിംഗ് ടു ബെൽ ഹൂക്സ്, പേജ് നമ്പർ 28 ഗൈഡിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് 2 മാർക്സ് ക്വസ്റ്റ്യൻ. ബെൽ ഹൂക്സിന്റെ ഡെഫിനിഷൻ ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഫെമിനിസം ഇസ് എ മൂവ്മെന്റ് ടു എൻഡ് സെക്സിസം. അതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആന്റി മെയിൽ അല്ല ഫെമിനിസം. ഈ 2 കോൺസെപ്റ്റാണ് പറയേണ്ടത് കേട്ടോ. പിന്നെ ക്രിസ്ത്യൻ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് ഫെമിനിസം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു സ്ത്രീകൾ എപ്പോഴും സബോർഡിനേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡിൽ എപ്പോഴും സ്ത്രീകൾ ഇരിക്കണം, ആണുങ്ങളുടെ കീഴിൽ വേണം പെണ്ണുങ്ങൾ ഇരിക്കാനെന്ന് ദൈവം പറഞ്ഞു എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് റിലീജിയസ് ടെക്സ്റ്റിന്റെ കൂട്ടുപിടിച്ച് ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിനൊരു ക്രിസ്ത്യൻ ടച്ച് ഉണ്ടെന്ന് പറഞ്ഞത്. ക്രിസ്ത്യൻ ടച്ച് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്? ഒരു റിലീജിയസ് ടച്ച് ഉണ്ടെന്ന് പറയുന്നതാണ്. ഓക്കെ, ദെൻ കണ്ടംപററി ഫെമിനിസം വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സിസ്റ്റ് തിങ്കിങ്ങിലും സെക്സിസ്റ്റ് ബിഹേവിയറിലും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. ജെൻഡർ ജസ്റ്റിസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ് തിങ്കിങ്ങിന്റെ ഫോക്കസ് എന്തായിരുന്നു? ഇവിടെ റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നിടത്ത് ഈക്വാളിറ്റി വേണം. ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ബാക്കിയുള്ള പ്രോബ്ലംസിനെല്ലാം ഈ ഒരു കോൺസെപ്റ്റ് അങ്ങ് ഓവർ ഷാഡോ ചെയ്തു. ഇത് മാത്രമാണോ ഫെമിനിസത്തിലുള്ള പ്രശ്നം? അല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വർക്ക് ഫോഴ്സിലും ഈക്വാളിറ്റി വേണമെന്ന് മാത്രമാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ കൊണ്ടുവന്നത്. ഓക്കെ, അബോർഷൻ എങ്ങനെയാണ് ഈ ഒരു എസ്സേക്കകത്ത് പറഞ്ഞേക്കുന്നത്? അബോർഷൻ വേണ്ടെന്നും വെക്കാം, വേണമെന്ന് വെക്കാം. അതും എപ്പോഴും ആരുടെ ഒരു ഇതാണ്? സ്ത്രീകളുടെ ഒരു റൈറ്റ് ആണ്. അത് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൽ നമുക്ക് വീണ്ടും ഒരു ഇതായിട്ട് ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാം. അപ്പം പറയുവാണ്, അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്, വേണമെന്ന് പറയുന്നവരുണ്ട്, വേണ്ടാന്ന് പറയുന്നവരുമുണ്ട്. അത് രണ്ടും ഏത് ഗ്രൂപ്പിനകത്തുണ്ട്? ഫെമിനിസത്തിനകത്തുണ്ട്. സോ ഫെമിനിസത്തിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അബോർഷൻ വേണം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. കാരണം അബോർഷൻ വേണ്ടുന്നവരും ഉണ്ട്, അബോർഷൻ വേണ്ടാത്തവരും ഉണ്ട്. സോ എന്താണെങ്കിലും സ്ത്രീകളുടെ എന്താണോ എയിം അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ അബോർഷന് വേണ്ടി മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഫെമിനിസം എന്നല്ല. ഓക്കെ, ദെൻ ലെറ്റ് ദ മൂവ്മെന്റ് ബിഗിൻ അഗൈൻ എന്താണ് ഓതർ ഉദ്ദേശിക്കുന്നത്? അതായത് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിന് അല്ലെങ്കിൽ ഫെമിനിസം എന്നുള്ള മൂവ്മെന്റിന് ക്ലിയർ ഡെഫിനിഷൻസ് ഇല്ല. ഇപ്പോൾ അതിന്റെ മൊമെന്റം എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം നമ്മൾ പതുക്കെ തിരിച്ചു കൊണ്ടുവരണം. മീൻസ് അത് പറഞ്ഞല്ലോ, ഷർട്ടിലും ബമ്പർ സ്റ്റിക്കറിലും പോസ്റ്റ് കാർഡിലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു അത് നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക ഫെമിനിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. മ്യൂസിക്, ടെലിവിഷൻ, കൊമേഴ്സിൽ, അതായത് നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ പോലും നമ്മൾ ഫെമിനിസം എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അത് സ്പ്രെഡ് ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റിന് പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിസ്റ്റർഹുഡ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് പേജ് നമ്പർ 31 സെക്കൻഡ് ക്വസ്റ്റിൽ നോക്കുന്നത്. സിസ്റ്റർഹുഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്ത്രീകൾ എപ്പോഴും കോമ്പറ്റീറ്റീവായിട്ട് വാറിന് നിൽക്കരുത്. അവർക്കിടയിൽ അവർ തന്നെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഒരു വണ്ണസ് അല്ലെങ്കിൽ ഒരു വണ്ണസ് കൊണ്ടുവരിക. നമ്മളെപ്പോഴും ഒത്തൊരുമയോടെ നിൽക്കുക സ്ത്രീകൾ. ഓക്കെ, സ്ത്രീകൾ തന്നെയാണ് പ്രശ്നമെന്ന് ഫെമിനിസം മനസ്സിലാക്കിയതിന് ശേഷമാണ് സിസ്റ്റർഹുഡ് കൊണ്ടുവന്നത്. ഓക്കെ, സിസ്റ്റർഹുഡ് എപ്പോഴും പവർഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റാണ്. സിസ്റ്റേഴ്സാണ് നമ്മൾ, അത് മനസ്സിലാക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക. റീഫോമിസ്റ്റ് ഫെമിനിസവും ക്ലാസ് മൊബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയുന്നുണ്ട്. റീഫോമിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് മൊബിലിറ്റിക്ക് വഴിയൊരുക്കിയ ഒരു കാര്യമാണ്. അതായത് മെയിൽ ഡോമിനേഷൻ ഫ്രീ ചെയ്യണം, നമ്മൾ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരിക. സെക്സിസം എൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും ഫെമിനിസം കിട്ടത്തില്ല, ഫെമിനിസത്തിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഗ്രൂപ്പാണ് റീഫോമിസ്റ്റ് എന്നുള്ളൊരു ഗ്രൂപ്പാണ് റീഫോമിസ്റ്റ് ഫെമിനിസ്റ്റ്. ഓക്കെ, പിന്നെ ലൈഫ് സ്റ്റൈൽ ഫെമിനിസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്സ് പതുക്കെ ഫെമിനിസത്തിൽ നിന്നങ്ങ് മാറ്റിയായിരുന്നു. അപ്പം എന്തിനാ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു സ്ത്രീ ഇപ്പം ഇന്ന ആൾ ഇന്ന പാർട്ടിയിലുള്ള ആളാണ്, സോ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഫെമിനിസം പാർട്ടിയിലൂടെ പറയുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പാർട്ടിയിൽ നിന്ന്, അതായത് പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് ഫെമിനിസത്തിനെ അങ്ങ് മാറ്റിയപ്പം ആ പ്രശ്നം അങ്ങ് തീർന്നു. നമ്മൾ എന്ത് ചെയ്യണം? ലൈഫ് സ്റ്റൈലിലോട്ട് അങ്ങ് ഫെമിനിസത്തിനെ അങ്ങ് ആഡ് ഓൺ ചെയ്യണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഫെമിനിസം പതുക്കെ അങ്ങ് നാച്ചുറലായിട്ട് അങ്ങ് മാറാൻ തുടങ്ങും. നമ്മൾ സെപ്പറേറ്റ് ആക്കി നിർത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ,
സോ ഇത്രയും കോൺസെപ്റ്റുകൾ പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു ഓവറോൾ സമ്മറിയാണ് മിസ് പറഞ്ഞത്. മിസ് പറഞ്ഞ കോൺസെപ്റ്റുകളൊന്നും വിടാൻ നോക്കണം കേട്ടോ. സെക്സിസം വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.